നമ്മള് രക്ഷയെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച രക്ഷയുടെ സാധ്യതയ്ക്കുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. രക്ഷയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്ത വാക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇല്ലേ? നമ്മൾ പറയുന്ന രക്ഷയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം എന്തുകൊണ്ട് ദൈവത്തിന് പ്രസാദമായി എന്നുള്ള കാര്യങ്ങള് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ ആവശ്യകതയെക്കുറിച്ച്, എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇത്ര വേദനാജനകമായ ഒരു ബലിവരണം ഏൽക്കുവാൻ ആവശ്യമായി തീർന്നു, വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു നമ്മെ രക്ഷിക്കാനായിട്ട്. ആളുകൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവര് സാധാരണക്കാരായ മനുഷ്യരല്ല, ദൈവവചനം പ്രസംഗിക്കുന്ന ചില ആളുകൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർത്താവ് വിചാരിച്ചിരുന്നുവെങ്കിൽ, അല്ലെ ദൈവം വിചാരിച്ചിരുന്നുവെങ്കിൽ കർത്താവിന്റെ മരണം കൂടാതെ നമ്മെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവിനെ ഇത്ര ക്രൂരമായി പിതാവ് കൊന്നത് എന്തൊരു പാപമാണ്, എന്തൊരു തെറ്റാണ്. നമുക്കൊരു കാര്യം സാധിക്കാനായിട്ട് വേറെ എന്തെങ്കിലും മാർഗമുള്ളപ്പോൾ നമ്മുടെ ഒരു മകനെ കൊലക്ക് ഏൽപ്പിച്ചിട്ട് ആ കാര്യം സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ആ മകനോടുള്ള ഒരു വെറുപ്പ് എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ ഒക്കുകയില്ല. അപ്പൊ അത് തെറ്റായ ഒരു ആശയമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി അല്ലാതെ വേറെ യാതൊരു മാർഗവും പാപപരിഹാരത്തിനുണ്ടായിരുന്നില്ല. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. അപ്പൊ രക്തം ചൊരിഞ്ഞേ പറ്റൂ. പാവി രക്തം ചൊരിഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ പാവി പാപത്തിന്റെ ഫലമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അപ്പൊ പാപമില്ലാത്ത ഒരാള് രക്തം ചൊരിയണം. പാപമില്ലാത്ത ഒരാളെ കണ്ടെത്തുക പ്രയാസമാണ്. ഇനി കണ്ടെത്തിയാൽ തന്നെ ആ ആളിന്റെ രക്തം വേറൊരു പാവിയുടെ രക്തത്തിന് പകരമല്ലേ ആവും. ഒരു പാവിയുടെ വില എന്ന് പറയുന്നത് വേറൊരു പാവിയുടെ വിലയല്ലേ. അപ്പൊ ലോകത്തിലുള്ള സകല മനുഷ്യരെ രക്ഷിക്കണമെങ്കിൽ ആ പാപപരിഹാരമായി തീരുന്നതായിരിക്കുന്ന വ്യക്തിയുടെ വില എത്രയായിരിക്കണം? ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും വിലയേക്കാൾ കൂടിയൊരു വിലയായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ ഈ ലോകത്തെവിടെ കാണുന്ന ഒരു മനുഷ്യന്റെ വിലയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പാപമില്ലാത്തവനായിരിക്കണം, അതേസമയം തന്നെ ലോകത്തുള്ള സകല മനുഷ്യരുടെ വിലയേക്കാൾ കൂടിയ വിലയുള്ളവനായിരിക്കും. എങ്കിൽ മാത്രമേ തനിക്ക് സകലരുടെയും പകരക്കാരനായിട്ട് മരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരാൾ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് പാപപരിഹാരത്തിന് വേണ്ടി അയച്ചത്. അതുകൊണ്ട് വേറെ മാർഗം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരെ വലിയ അബദ്ധങ്ങളാണ് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ ആവശ്യകത എന്ന് പറയുന്നത് അതിൽ കുറഞ്ഞതിനൊന്നും നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. പാപത്തിന്റെ സ്വഭാവം നാം മനസ്സിലാക്കാതെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കില്ല. പാപത്തെ വിശദമാക്കുവാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ പരിശോധിച്ചാൽ പാപത്തിന്റെ ഭയങ്കരത നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. പാപം എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പാപം എന്നാൽ എന്ത്? പാപത്തിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളിൽ ഒരു അതിപ്രധാനമായ വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത് അതിരുകളെ ലംഘിക്കുക എന്നാണ്. അതിരുകളെ ലംഘിക്കുക. ദൈവം വരച്ചിരിക്കുന്ന അതിരുകളുണ്ട്. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ സംസാരത്തിനും നമ്മുടെ പ്രവർത്തനത്തിനും ദൈവം വെച്ചിരിക്കുന്ന എല്ലാ അതിരുകളും. പഴയ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, ദൈവം സീനായി പർവ്വതത്തിൽ പ്രത്യക്ഷമാകുന്ന സമയത്ത് ആ സീനായി പർവ്വതത്തിന് ചുറ്റും ഒരു അതിര് വരച്ചു. എന്നിട്ട് പറഞ്ഞു, ജന്തുക്കൾ പോലും അതിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ജന്തു അബദ്ധവശാൽ പർവ്വതത്തിൽ തൊട്ടുപോയെങ്കിൽ കല്ലെറിഞ്ഞതിനെ കൊല്ലണം. ഒരാൾക്ക് അതിനെ പിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ ദൈവം എപ്പോഴും അതിരുകൾ വെക്കുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം വെച്ചതായിരിക്കുന്ന അതിരുകൾ ലംഘിക്കുന്നതിനാണ് ഈ പാപം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം വയ്ക്കുന്ന അതിരുകളുണ്ട്. ആ അതിരുകൾ മനുഷ്യൻ ലംഘിച്ചു എന്നുള്ളതാണ്. ഏതെൻ തോട്ടത്തിൽ എന്തതിരാ വെച്ചത്? നന്മ അറിവുകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അതൊരറിവായിരുന്നു, അതൊരതിരായിരുന്നു. നമുക്ക് ഏത് വൃക്ഷത്തിന്റെയും ഫലം തിന്നാം. ഇഷ്ടംപോലെ വൃക്ഷങ്ങളും ഫലങ്ങളും ഉണ്ട്. ഈ ഒരു വൃക്ഷത്തിന് ചുറ്റും കർത്താവ് ഒരു അതിര് വെച്ചതുപോലെയാണ് ഇതിന്റെ ഫലം തിന്നരുത്. ആ അതിര് ലംഘിച്ചതാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഇച്ഛയ്ക്കെതിരെ സാത്താനോട് ഹൗവ സംസാരിച്ചു എന്നുള്ളതും എൻ്റെ അഭിപ്രായത്തിൽ ഒരു അതിർലംഘനമാണ് നടത്തിയത്. കാരണം അവർ തമ്മിൽ സംസാരിച്ച സംസാരം എന്ന് പറയുന്നത് ഹൗവയ്ക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമൊന്നുമല്ല.
ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. തിന്നാൽ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. തൊടുക പോലും അരുതെന്ന് കൂട്ടി പറഞ്ഞു. അങ്ങനെ നിങ്ങൾ തിന്നാൽ ചാകുകയില്ല, ദൈവത്തെ പോലെ ആയിത്തീരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോ ദൈവത്തിന്റെ കൽപ്പനയുടെ സ്വഭാവത്തെ സംബന്ധിച്ചും ദൈവം പറയുന്നതിന്റെ വാസ്തവത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള ഒരു ചർച്ചയാണ് അവിടെ നടത്തിയത്. അങ്ങനെയൊക്കെ ദൈവം അങ്ങനെ ചാകുകയൊന്നുമില്ല, വെറുതെ തിരിച്ച് ദൈവത്തെ പോലെ ആയിത്തീരും എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചർച്ചയാണ് ഹവ്വയും ദൈവവുമായ സാത്താനുമായിട്ട് ചെയ്തത്. അത് തന്നെ ഒരു അതിര് ലംഘിച്ച ചർച്ചയല്ലേ? അതിര് ലംഘിച്ച ചർച്ചയാണ്. ഈ അതിര് ലംഘിക്കുക എന്നുള്ളതാണ് പാപം എന്ന് പറയുന്നത്. നമ്മൾ ഏത് വിഷയത്തിലായാലും ദൈവം വെച്ചിട്ടുള്ള ചില അതിരുകളുണ്ട്. ആ അതിരുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ അത് ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ശത്രുതയാണ്. അങ്ങനെ പറയുന്നുണ്ടല്ലോ റോമാലേഖനം 8 അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ദൈവത്തോടുള്ള ശത്രുത എന്ന് പറയുന്നതാണ് പാപത്തിന്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹിക്കേണ്ടതിന് പകരം ദൈവത്തെ നമ്മൾ വെറുക്കുകയും പകയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയ പാപമാണ്. അത് വലിയ റൂട്ട് സിന്നാണ്. അപ്പോ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് അപൂർണ ശക്തിയോടും അപൂർണ ആത്മാവോടും അപൂർണ മനസ്സോടും കൂടെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അത് പാപമാണ്. നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? പൂർണ്ണ ഹൃദയത്തോടെയാണെന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെ വല്ലതും പറയാനായിട്ട് സാധിക്കുമോ? എനിക്കറിയില്ല. എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയും എൻ്റെ വികാരവും എൻ്റെ ഇച്ഛാശക്തിയും 100% വേറെ ഒന്നിനും മാറ്റി വെക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം അങ്ങ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് പറയാൻ ഒക്കുമോ? അങ്ങനെ പറയാൻ ഒക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പാപമില്ലാത്തവനാണെന്ന് പറയാൻ ഒക്കില്ല, ഞാൻ പാപമുള്ളവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ് നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം വ്യാജം പറയുന്നവരും ദൈവത്തെ കള്ളനാക്കുന്നവരുമാണ്. കാരണം ദൈവം പറഞ്ഞ് പാപം ചെയ്യാത്തവരാരുമില്ലെന്ന്. നമ്മൾ പറഞ്ഞു ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ നമ്മൾ ദൈവത്തെ കള്ളനാക്കുകയല്ലേ? ആണോ? നമുക്ക് അങ്ങനെ പറയാൻ ഒക്കുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കേണ്ടവരാണ്. അപ്പൊ ഈ പാപത്തിന്റെ ഭയങ്കരത നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിലുള്ള ഒരു മനുഷ്യൻ പോലും ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നവനില്ല. ഇനിയാണല്ലോ റോമാലേഖനം 3 അധ്യായത്തിൽ പറയുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഒരുത്തൻ പോലും ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരാൾ പോലുമില്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവം മനുഷ്യനായി തീർന്നവൻ മാത്രമേ ഉള്ളൂ. പൗലോസിനാകട്ടെ യോഹന്നാനാകട്ടെ ഒരു മനുഷ്യർക്ക് പോലും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് അവരാരും അവകാശപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് സത്യസന്ധമായി പറയാവുന്നൊരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹവും താല്പര്യവും അതിനുള്ളതായിരിക്കുന്ന ശ്രമവുമാണെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ നമുക്ക് പറയാം. കർത്താവ് പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു? അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അതൊക്കെ ഗ്രീക്ക് ഒരു വേർഡ് പ്ലേ ഒക്കെ ഉണ്ട് അവിടെ. നീ എന്നെ സ്നേഹിക്കുന്നോ, നീ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇങ്ങനൊക്കെ കർത്താവ് 1-2 വാക്കുകൾ, അഗാപ്പെ എന്ന വാക്കും ഫിലിയോ എന്ന വാക്കും മാറ്റി മാറ്റി കർത്താവ് ചോദിച്ചു. അതിനൊക്കെ പത്രോസ് ഉത്തരം പറയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ 3ാമത് കർത്താവ് ചോദിച്ചു, പത്രോസെ മുഖത്ത് നോക്കി, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു. നീ എല്ലാം അറിയുന്നെന്ന് പറഞ്ഞു. നീ എല്ലാം അറിയാം, എന്റെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണെന്ന്. അതാണ് ഒരു വിശ്വാസിക്ക് ദൈവത്തോട് പറയാനായി കഴിയുന്നത്. എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ ഒന്നും ശരിയായിരിക്കില്ല. സ്നേഹം, എൻ്റെ ഹൃദയം നിനക്കറിയാം. ഹൃദയത്തിന്റെ എത്ര ശതമാനം തന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ശക്തിയുടെ എത്ര ശതമാനം സ്നേഹിക്കുന്നു, എൻ്റെ മനസ്സിന്റെ എത്ര ശതമാനം സ്നേഹിക്കുന്നു, എൻ്റെ സമ്പത്തിന്റെ എത്ര ശതമാനം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒക്കെ നിനക്കറിയാം. പിന്നെ ഒന്നറിയാം, പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് നീ അറിയാം. അത് നമുക്ക് പറയാനായിട്ട് കഴിയണം. ദൈവമേ, എനിക്ക് നിന്നോട് സ്നേഹം. അത് സത്യസന്ധമായിട്ട് പറയാനായിട്ട് കഴിയണം. അതെല്ലാവർക്കും പറയാനായിട്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നമുക്ക് സ്നേഹമാണോ കാണിക്കുന്നത്, കോപമാണോ കാണിക്കുന്നത്, വെറുപ്പാണോ കാണിക്കുന്നത്? അതാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. നാം വളരെ വേണമെന്ന് ആഗ്രഹിച്ച കാര്യം കർത്താവ് തരാതിരിക്കുന്നു. നാം വളരെ സ്നേഹിച്ച് നമ്മുടെ കുഞ്ഞിയാൽപ്പെട്ടിട്ട് മരിച്ചു പോകുന്നു.
അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് പെട്ടെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം സ്നേഹമുള്ളവനാണെന്ന് പറയാനായിട്ട് നമുക്ക് തോന്നുമോ? അതോ കർത്താവ് നീ എന്താ എന്നോട് അങ്ങനെ ചെയ്തത്, നിനക്ക് എന്നോട് സ്നേഹമില്ലേ എന്ന് ചോദിക്കാനാണ് നമുക്ക് തോന്നുന്നത്. അതെല്ലാം ഈ പാപത്തിന്റെ ഭയങ്കരതയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം അത് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ചിന്തകളും നമ്മുടെ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന സംസാരവും നമ്മുടെ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന താല്പര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ പാപത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നതാണ്. അതുപോലെയാണ് മനുഷ്യന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ പറ്റി പറയും. എന്താ മനുഷ്യന്റെ ധാർമ്മിക ഉത്തരവാദിത്വം? മനുഷ്യന്റെ പാപപ്രവൃത്തികൾക്ക് അവൻ ഉത്തരവാദിയല്ല എന്നൊരു ചിന്താഗതി ലോകത്തുണ്ട്. സ്കിന്നർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു വലിയ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് മാൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻസ്. മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അവൻ ഉത്തരവാദിയല്ലെന്നാ പറഞ്ഞത്. പിന്നെ ആരാ ഉത്തരവാദി? അവന്റെ സാഹചര്യങ്ങളാണ് എന്നാ പറഞ്ഞത്. അല്ലാതെ മനുഷ്യനാരാ? മനുഷ്യനവന്റെ സാഹചര്യങ്ങളുണ്ട്. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു മോഷ്ടിക്കുന്നു, പോലീസിന്റെ ഇടിപേടിച്ച് കള്ളം പറയുന്നു, ജയിൽവാസത്തിന്റെ ഭീകരത ഓർക്കുമ്പോൾ കോടതിയിൽ എന്ത് ചെയ്യുന്നു? കള്ളസാക്ഷികളെ കൊണ്ടുവരുന്നു. അപ്പൊ അവർ പറയുന്നു അതൊന്നും അവനെ കുറ്റം പറയാനൊക്കെ സാഹചര്യത്തിന്റെ ഭയങ്കരതയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ സത്യസന്ധമായി നീതിയായി മാത്രം ചെയ്യുകയായിരുന്നെങ്കിൽ ആളുകൾക്ക് അത്രയും കള്ളമൊന്നും പറയണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനുഷ്യരെ അവന്റെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിയല്ലെന്ന് സ്കിന്നർ പറഞ്ഞു. വെറും നുണയാ അത് കേട്ടോ. സാഹചര്യങ്ങളായിട്ട് ജന്മവാസനകളായിട്ട് ഒരു മനുഷ്യരെയും പാപം ചെയ്യിക്കുന്നില്ല. അത് അവന്റെ ചോയ്സാണ്. ആർക്കും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ട് ചെയ്തതല്ല, അത് എന്റെ ചോയ്സാണ്. ഒരാള് ഗണ്ണെടുത്ത് എന്റെ നെറ്റിക്ക് വെച്ചിട്ട് പറയാണ് നീ ഇന്ന പാപം ചെയ്തില്ലേ ഞാൻ നിന്നെ ഇപ്പൊ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ വെടിവെച്ചോ എന്ന് പറയാൻ എനിക്ക് കഴിയും? വെടിവെച്ചോ? ഞാൻ ചെയ്യത്തില്ല. ഇല്ല. പിന്നെ ഞാൻ എന്നെ വെടിവെക്കുന്നത് ചെയ്തോളാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തെക്കാൾ കൂടുതലും ദൈവത്തിന്റെ കൽപ്പനയേക്കാൾ കൂടുതലും ഞാൻ സ്നേഹിക്കുന്ന ആരെയാ? എന്റെ ജീവനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത്. അല്ലാതെ അതുകൊണ്ട് എബ്രാഹിം പറഞ്ഞ് പാപത്തോട് പോരാടുന്നതിൽ ഇവിടെ വരെയാ വരേണ്ടത്? പ്രാണത്യാഗത്തോളം. പറഞ്ഞാൽ ഇങ്ങനെ തോക്ക് ചൂണ്ടി നീ ഈ അല്ല ഇപ്പൊ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ വെടിവെച്ചു സാറേ, ഞാനത് ചെയ്യൂല, അത് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, ഞാനൊരു ദൈവവിധലാണ്, എനിക്ക് ചെയ്യാൻ ഒക്കില്ല, നിങ്ങൾ വെടിവെച്ചു എന്ന് പറയണം. അവിടെ വരെയാണ് നമ്മൾക്ക് ഉള്ളതായിരിക്കും നമ്മുടെ ടെസ്റ്റ്. പാപത്തോട് പോരാടുന്നതിൽ നമ്മളെ ദൈവം പ്രതീക്ഷിക്കുന്നത് ആ സ്റ്റേജ് വരെ വരണമെന്ന്. അതാണ് നമ്മൾ കാണുന്ന ഭക്തന്മാരായിരിക്കുന്ന അനേകരെ പറ്റി കാണുന്ന അങ്ങനെയാണ്. അവരോട് പ്രാണത്യാഗത്തോളം മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ല. ശദ്രക് മേശക് അഭിനന്ദനങ്ങളുടെ പാപം? അവര് രാജാവിന്റെ തെറ്റായ കൽപ്പന വിഗ്രഹത്തെ ആരാധിക്കണമെന്ന് രാജാവ് പറഞ്ഞു, അവർ ആരാധിക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെയാ ചെന്ന് പെട്ടത്? തീച്ചൂളയിലല്ലേ. അതാ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടും. തീച്ചൂളയിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാന്നോ അവര് തീച്ചൂളയിലേക്ക് ഇട്ടോളാൻ പറഞ്ഞത്? അല്ല, അവർക്ക് കത്തിക്കരിയുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ദാനിയേൽ അതുപോലെ വല്ല സിംഹങ്ങളും മനുഷ്യനെ കിട്ടി തിന്നാതിരിക്കുമോ? ഇല്ല. അവരൊക്കെ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോടും എതിർത്തുന്ന ആളുകളാണ്. നമ്മളാണ് എന്താ പറയും? തീച്ചൂളയിൽ എന്ന് പറഞ്ഞു എന്നെ ഇടരുത്, ഞാൻ നമസ്കരിച്ചേക്കാന്ന് പറയും. ഞാൻ പറയും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നമസ്കരിച്ചോളാം. കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ജീവനെ വളരെ വിലയേറിയതാണ്. പൗലോസ് പറഞ്ഞ് ഞാൻ എന്റെ ജീവനെ വിലയേറിയതാ എണ്ണുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ഓട്ടം നയിക്കണമെന്നേ ഉള്ളൂ, എന്റെ ജീവനെ ഒന്നും വിലയേറിയതായിട്ട് ഞാൻ എണ്ണുന്നില്ലെന്ന് പറഞ്ഞു. ആ നിലവാരത്തിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ആ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും നാം ഒഴിഞ്ഞു മാറുന്നു അല്ലേ? മനുഷ്യനെ പാപം ചെയ്യിക്കുന്നത് അവന്റെ വ്യക്തിത്വത്തിലെ ന്യൂനതയൊന്നുമല്ല. എന്റെ പാപ സ്വഭാവമല്ല എന്നെ പാപം ചെയ്യിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പാപം ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് ലൂസിഫർ പാപം ചെയ്യാൻ പാടില്ലായിരുന്നു. അവരൊന്നും പാപ സ്വഭാവത്തോട് സൃഷ്ടിച്ചവരല്ലല്ലോ. അപ്പൊ പാപ സ്വഭാവം ഉള്ളത് കൊണ്ടല്ലേ പാപം ചെയ്യുന്നത്? പാപം ചെയ്യുന്നത് എന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ്. ആദമിനെ കുറ്റം പറയാൻ നോക്കുകയില്ല. ആദമിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അത് തന്നെ ചെയ്തേനെ. ആദം ചെയ്ത് തന്നെ ഞാനായിരുന്നു ചെയ്തേനെ. ഇപ്പോഴും അത് തന്നെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരുവെഴുത്തുകളുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യമാണ് നമ്മളെ പാപം ചെയ്യിക്കുന്നതാണോ? അല്ല. ഓരോ വ്യക്തിയും അവന്റെ പാപപ്രവൃത്തികൾക്ക് ഉത്തരവാദിയാണ്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ഓരോ വ്യക്തിയും അവന്റെ പാപപ്രവൃത്തികൾക്ക് ഉത്തരവാദിയാണ്. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിക്കും അർഹപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് സാഹചര്യത്തെ ന്യായീകരിക്കരുത്.
സാഹചര്യത്തെ ന്യായീകരിച്ച സ്വർഗത്തിലെ ദൈവത്തിന് തൊട്ടും സ്വീകാര്യമല്ല. കാരണം അത് ശരിയായ സത്യം അതല്ല. പാപം ചെയ്യാൻ ഒരു സാഹചര്യം ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരു സാഹചര്യവും ആരെയും നിർബന്ധിക്കും. സാഹചര്യമല്ല നമ്മളെ നിർബന്ധിക്കുന്നത്, നമ്മുടെ താല്പര്യങ്ങളാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ജന്മവാസനകളും ശാരീരികമായ പ്രത്യേകതകളും പരിതസ്ഥിതികളും അല്ലെ പരിതസ്ഥിതികളുടെ തെറ്റായ നിലയിലുള്ള സ്വാധീനങ്ങളും ഒക്കെയാണ് ആളുകളെ പാപം ചെയ്യിക്കുന്നത് ആളുകൾ പറയാറുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക ന്യായമാണല്ലോ ഏതാണ്, ആളുകൾ മദ്യപിക്കുന്നത് എന്താന്നാ പറയുന്നത്. ചില ആളുകൾ മദ്യപിക്കുന്നതിന് കാരണം ജനിക്കുമ്പം തന്നെ അവന്റെ ജീൻസിലുണ്ടെന്നാണ് മദ്യപാനം. ജീൻസിലുണ്ട്. ലൈംഗിക പാപം ചെയ്യുന്നു അതുകൊണ്ടാന്നാ പറയുന്നത്. ജനിക്കുമ്പോഴേ അവന്റെ ജീൻസിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ജീൻസിലുണ്ടെങ്കിൽ ആ ജീൻസിനെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന ശക്തിയും അവന്റെ ജീൻസിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന ശക്തിയും കൊടുത്തിട്ടുണ്ട്. ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പാപത്തെ അതിജീവിക്കാൻ ശക്തിയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പാപം എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ചോയ്സ്. എത്ര പാപങ്ങളാ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നല്ലേ. നമ്മുടെ പാപപ്രവൃത്തികൾ അത് നമ്മുടെ തീരുമാനത്തിന്റെ ഫലമാണ്. അതിന് നാം തന്നെ ഉത്തരവാദികളാണ്. മനുഷ്യൻ തന്റെ പാപങ്ങൾക്ക് ഉത്തരവാദിയാകിയാൽ അവൻ കുറ്റക്കാരനും ശിക്ഷാർഹനുമാണ്. മനുഷ്യൻ തന്റെ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുള്ളവനായിരിക്കുന്നിടത്തോളം അവൻ നിയമപരമായി ശിക്ഷാർഹനാണ്. എപ്പോഴും ഉത്തരവാദിത്വത്തിന്റെ നിഷേധം മനുഷ്യത്വത്തിന്റെ നിഷേധമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് ഒരാൾ പറയുന്നത് ഞാൻ മനുഷ്യനല്ലെന്നാ പറയുന്നത്. ഉത്തരവാദിത്വം ഇല്ലാത്ത ആരേ ഉള്ളെന്നറിയാമോ? ഇപ്പൊ നിങ്ങൾക്കൊരു പശു ഉണ്ട്. പശു കയറ് പൊട്ടിച്ച് അയൽക്കാരന്റെ ഏത്തവാഴ മുഴുവൻ അങ്ങ് തിന്നെന്ന് വിചാരിച്ചു, കപ്പ മുഴുവൻ തിന്നു. അതിന് പശു ഉത്തരവാദിയാണ്? പശു ഉത്തരവാദിയല്ല. ആരാ ഉത്തരവാദി? നമ്മളെ ഉത്തരവാദി. കണ്ടില്ലേ? അപ്പൊ ഞാൻ ഉത്തരവാദിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഏത് നിലവാരത്തിലേക്കാണ് താഴുന്നത്? ആ പശുവിന്റെ നിലവാരത്തിലേക്കാണ് താഴുന്നത്. പശുവിനെ പൊട്ടാത്ത കയറുകൊണ്ട് കെട്ടേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? എന്റെ ഉത്തരവാദിത്വമല്ലേ? ആ പൊട്ടാത്ത കയറുകൊണ്ട് കെട്ടാഞ്ഞുകൊണ്ടല്ലേ പശു കയറ് പൊട്ടിച്ചത് അല്ലേ? അതിന് പിന്നെ പശുവിനെ കുറ്റം പറഞ്ഞാൽ പോവോ? ഞാനൊരു കഥ അങ്ങ് ഓർത്തു പോവാണ്. ഞാൻ ചെറുപ്പത്തില് ഹൈസ്കൂളിൽ പഠിക്കുന്നതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നടന്നാ പോകുന്നത്. അപ്പൊ ഒരു കുറുക്കുവഴിയുണ്ട്, ഒരു പാടം ഇങ്ങനെ കിടക്കുന്നു. പാടത്തിന്റെ വരമ്പേ കൂടി ഇങ്ങനെ കയറി അങ്ങ് പോകും. അപ്പൊ ഒരിക്കൽ അങ്ങനെ പാടത്തിന്റെ വരമ്പിൽ കൂടെ പോകുമ്പോഴേ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് നല്ല ഒരു പ്രായമുള്ള 19 വയസ്സുള്ള ഒരു മനുഷ്യൻ വെള്ള ഉടുപ്പും വെള്ള മുണ്ടും രണ്ടാം മുണ്ടും ഒക്കെ ഇട്ടൊരു കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ ഈ വരമ്പോട് പോകും. അദ്ദേഹം സ്കൂൾ ഇൻസ്പെക്ടറാ. തോന്നിയാൽ സ്കൂൾ പരിശോധനയ്ക്ക് പോവുക അദ്ദേഹം. അപ്പൊ ഈ കുടയൊക്കെ പിടിച്ച് വരുമ്പോ ഒരു മനുഷ്യൻ ആ വരമ്പ്, വലിയ വീതിയുള്ള വരമ്പ, ആ വരമ്പ ഇരുന്നിട്ട് ഒരു പശുവിനെ അഴിച്ചു വിട്ട് തീറ്റ. അയാൾ ഇവിടെ ഇരിപ്പുണ്ട് ഉടമസ്ഥൻ. ഈ കുട കാണുമ്പോൾ പശുക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ പശു ഓടിച്ചെന്ന് ഈ ഇൻസ്പെക്ടറെ കോരിയെടുത്ത് പാടത്തേക്ക് ഒറ്റയേറ. ഈ പാടം അടിച്ചു പൂട്ടി അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥിതി. ഈ ഇൻസ്പെക്ടർ ഈ വെള്ളമുടുപ്പ് ഇതുമെല്ലാം കൂടി നീ ചള്ളക്കകത്ത് ചെളി ഒന്നും പറ്റിയില്ല, ചെളിക്കകത്ത് അടിച്ചു പൂട്ടിയിരിക്കുന്ന ചെളിക്കകത്ത് അങ്ങ് വീണിട്ട് അയാൾ അവിടെ നിന്ന് കയറി വന്ന് ഈ മനുഷ്യൻ ഈ പശുവിന്റെ ഉടമസ്ഥൻ അവിടെ നിന്ന് ചിരിക്കുക, ഒന്നും പറയുന്നില്ല. അയാൾ ഈ സാറിന്റെ സ്ഥിതി നോക്കിയിട്ട് അതിവിടെ കണ്ടപ്പോ സാറിന് ഭയങ്കരമായ ക്ഷോഭം വന്നു. സാറ് പറഞ്ഞത് എന്തൊരു പുള്ളിക്കരുതാഴിയോട് കാണിക്കുന്നു ചോദിച്ചു. ഇയാളെ പശുവിനെ അഴിച്ചു വിട്ടിട്ട് മനുഷ്യർക്ക് നടക്കേണ്ടതല്ലേ, ഞാൻ ഇനി എങ്ങനെ സ്കൂൾ ഇൻസ്പെക്ഷൻ ഈ ഷർട്ടും മുണ്ടും എടുത്തുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മനുഷ്യനെ പശുവിനോട് പറഞ്ഞു, പശു ഇതെല്ലാം നിന്നോടാ പറഞ്ഞത്, നിനക്ക് ഇനിയും വല്ലതും മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, സാറിന് വേഗം പോകേണ്ടതാ. അപ്പോ എങ്ങനെയുണ്ട്? പശുവിനോട് പറയാണ്, ഈ കേട്ട മനുഷ്യൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, പശു കുത്തിയതിന് ഞാൻ ഉത്തരവാദിയല്ല, പശുവിനെ അഴിച്ചുവിട്ടതിന് ഞാൻ ഉത്തരവാദിയല്ല, ഒന്നുമില്ല. പശുവിനോട് പറയാണ്, സാറ് നിന്നോടാ പറഞ്ഞത്, എന്നോടല്ല പറഞ്ഞത്, നീ അല്ലേ കുത്തിയത്, അപ്പൊ നിനക്ക് വല്ലതും മറുപടി കൊടുക്കാനുണ്ടെങ്കിൽ നീ വേഗം കൊടുക്കണം, സാറിന് ഇൻസ്പെക്ടർ പോകേണ്ടതാണ്. സാറ് പിന്നെ തോട്ടിലിറങ്ങി ഷർട്ടും ഒക്കെ ഊരി കഴുകിയിട്ട് തിരിച്ച് വീട്ടിൽ പോയി. ഇൻസ്പെക്ടർ പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, മനുഷ്യന് ഉത്തരവാദിത്വം ഇല്ലെന്ന് മനുഷ്യൻ പറയുമ്പോൾ മനുഷ്യൻ ആരെ പോലെ ആവുന്നു? വാസ്തവത്തിൽ ആ മനുഷ്യനേക്കാൾ കുറച്ചുകൂടെ മാന്യത ആർക്കാണ്? ആ പശുവിനാ. ആ മനുഷ്യനേക്കാൾ മാന്യത ആ പശുവിനാ ഉള്ളത്. കാരണം മനുഷ്യൻ ഒരിക്കലും അങ്ങനെ പറയേണ്ടതല്ല. ദൈവത്തിന് മുൻപാകെ മനുഷ്യൻ ഞാൻ പാപം ചെയ്തിട്ട് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ അവൻ എന്താ പറയുന്നറിയാമോ? ഉത്തരവാദിത്വ ബോധമില്ലാത്തത് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന പശുവിനെയും മറ്റ് ജന്തുക്കളെയും പോലെ ഞാൻ ആയിത്തീർന്നിരിക്കുന്നു.
അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു പശുവിനെ യാഗം കഴിക്കാൻ ഒക്കുകയില്ല. കാരണം ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യന് പകരം ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തൊരു പശുവിനെ യാഗം കഴിക്കാൻ ഒക്കും. പിന്നെ പഴയ നിയമത്തിലൊരു പ്രതീകമായിട്ട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചത്. അപ്പൊ കർത്താവിന്റെ കാൽവറി മരണത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് കാൽവറി മരണം വരിച്ചത് ഫുൾ റെസ്പോൺസിബിലിറ്റി, മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ചെയ്ത പ്രവൃത്തിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അത് ദൈവത്തെ ഏറ്റെടുക്കാൻ ഒക്കില്ല, കാരണം ദൈവമല്ല പാപം ചെയ്തത്. പക്ഷേ ആ പാപത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയില്ലേ, ആ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയില്ലേ, അത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ആ പശു കയറി ആ ഇൻസ്പെക്ടറെ കുത്തി ചാടിച്ചപ്പോ സാറിനോട് ചെന്ന് സാറെ ക്ഷമ ചോദിക്കുന്നു, ഞാൻ സാറാ ഉടുപ്പ് ഞൂരുത്ത ഞാൻ കഴുകി വൃത്തിയാക്കി തന്നേക്കാം, എൻ്റെ വീടടുത്താണ്, വരൂ സാർ ഞാൻ വേറെ ജോലി വസ്ത്രം തരാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഉത്തരവാദിത്വം ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പശുവിനെ അങ്ങനെ അഴിച്ചുവിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് ആ മനുഷ്യൻ പറയേണ്ടത്. അതിന് മനുഷ്യനെ പറഞ്ഞെന്താ, പശുവെ നിന്നോടാണ് സാർ സംസാരിക്കുന്നത്, നിനക്ക് ഇനി ഒരു മറുപടി കൊടുക്കണം, സാറിന് വേഗം പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നവരായിരിക്കുന്ന ആളുകളാണ് മനുഷ്യന്. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ നോക്കി അങ്ങനെയാണ് ദൈവത്തോട് പറയുന്നത്, നീ എന്തൊരു അബദ്ധമാണ് കാണിച്ചത്, നീ എന്തൊരു അബദ്ധം ഭോഷത്വമാണ് കാണിച്ചത്, നിനക്ക് വല്ല ആവശ്യമുണ്ടോ നിന്റെ മകനെ കാൽവരി ക്രൂശിൽ കൊല്ലേണ്ടത്, ഞാൻ പാപം ചെയ്തതിനെ, നിനക്കൊരു ആവശ്യമില്ല, നീ ഭോഷത്വം ചെയ്തത്, ഞാനത് ചെയ്യില്ലെന്നാണ് നമ്മൾ മനുഷ്യ ദൈവത്തോട് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ ഒക്കുമോ? അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, ഒരിക്കലും ഒക്കുകയില്ല. അപ്പൊ ഉത്തരവാദിത്വത്തിന്റെ നിഷേധം മനുഷ്യത്വത്തിന്റെ നിഷേധമാണ്. മാനസിക രോഗികളെയും ശിശുക്കളെയും ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് നിയമം ഒഴിച്ചു നിർത്തുന്നത് അവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾക്ക് അശക്തരാണെന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, കാരണം അവർക്ക് അതിന് ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ളതായിരിക്കുന്ന പ്രായവും പക്വതയും ഒന്നും അവർക്കില്ല. അതുപോലെ ആ മാനസിക രോഗികൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്തതായിരിക്കുന്ന മാനസിക രോഗികൾ. അപ്പൊ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് അവരെ ശിക്ഷിക്കാറില്ല. മിക്കവാറും സുബോധമുള്ളതും ചെയ്തിട്ടും കോടതി വരുമ്പോ എന്താ പോലീസ് അവർ തെളിയിക്കാതിരിക്കുന്നത്, അവനെ മാനസിക അസ്വസ്ഥതയുള്ള ആളായിരുന്നു, നേരത്തെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അല്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ അവന് ഉത്തരവാദിത്വം ഇല്ലെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് ദൈവത്തിന് മുൻപാകെ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പൊ റോമാലേഖനത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ മനുഷ്യവർഗം ദൈവം മുൻപാകെ കുറ്റക്കാരാണെന്നും ആയതിനാൽ നിത്യശിക്ഷയ്ക്ക് അർഹരാണെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിജാതീനെന്നോ മതഭക്തനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. കുറ്റക്കാരനായ മനുഷ്യൻ തന്റെ ചെയ്തികൾക്ക് ഉത്തരവാദിയും ശിക്ഷാർഹനും അല്ല എന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ ദൈവവചനത്തിന്റെ നിഷേധമാണ്. മനുഷ്യൻ തന്റെ പ്രവൃത്തികൾക്ക് കുറ്റക്കാരനും ശിക്ഷാർഹനുമാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ രക്ഷിക്കാനായി തീരുമാനിച്ചതുകൊണ്ട് മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന ഈ കുറ്റങ്ങൾ ദൈവം അവന് വേണ്ടി ഏറ്റെടുക്കേണ്ടത് ആവശ്യമായി വന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവറി മരിക്കേണ്ടത് ആവശ്യമായി വന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് രക്ഷ കിട്ടാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു കാരണം കർത്താവ് മരിക്കേണ്ടതായിട്ട് വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ കോപവുമാണ്. പാപം ദൈവത്തിനെതിരെയുള്ള മത്സരമാണ്. അതിന് മനുഷ്യൻ സമ്പൂർണമായ ഉത്തരവാദിയുമാണ്. അവൻ ദൈവസന്നിധി കുറ്റക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷാർഹനുമാണ്. അപ്പൊ ഈ വിധമുള്ള മനുഷ്യരെ മനുഷ്യന് നേരെയുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ദൈവവിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കൂ. ദൈവം വിശുദ്ധനായതുകൊണ്ട് മനുഷ്യന്റെ അശുദ്ധിക്ക് നേരെ കണ്ണടയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധി എന്നുള്ളത് ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ട് പാപം ഒരു നിലയിലും ദൈവത്തോട് പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിടാനായിട്ട് സാധിക്കില്ല. ദൈവം വിചാരിച്ചാൽ പോലും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകൾ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നറിയില്ല, ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്താൽ പോലെ. ദൈവം രാവിലെ എഴുന്നേറ്റ് മനുഷ്യവർഗത്തോടെ നോക്കും, മനുഷ്യവർഗമേ നിങ്ങൾ ചെയ്തായിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഞാൻ നിരുപാധികം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന് ചെയ്യാൻ ഒക്കില്ല. അങ്ങനെ ചെയ്താൽ ദൈവം ആ പാവിയായിട്ട് മാറും. ദൈവത്തിന് തന്റെ ഒരു സ്വഭാവത്തിൽ നിഷേധിക്കാൻ ഒക്കില്ല. ഒക്കുമോ? നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു സ്വഭാവം നിഷേധിച്ചിട്ടാണ് വേറൊരു സ്വഭാവം, നീതി നിഷേധിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ക്ഷമിക്കുന്നത്. ഒരു മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ സാരമില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ആ തെറ്റ് ചെയ്തവൻ കുറഞ്ഞപക്ഷം വന്ന് ഐ ആം സോറി, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു, നിങ്ങൾ അതെനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നുകൊള്ളൂ, ഞാൻ ഏറ്റുകൊള്ളാം എന്ന് പറയുമ്പോൾ ഇല്ല, ആ ശിക്ഷ ഞാൻ നിനക്ക് തരുന്നില്ല, നിന്നോട് ക്ഷമിച്ചു കൊടുത്തു എന്ന് വാദിക്ക് പ്രതിയോട് പറയാനുള്ളതായിരിക്കുന്ന അവകാശമുണ്ട്, വേറൊരാൾക്ക് അവകാശം.
വേറെ ആൾക്കും അതിന് അവകാശമില്ല. പക്ഷെ അങ്ങനെ പറയാതെ ക്ഷമിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മനുഷ്യൻ ചെയ്തതായിരിക്കുന്ന തെറ്റിനെ നമ്മൾ തെറ്റായിട്ട് അംഗീകരിക്കുന്നില്ലെന്നാണ്. അങ്ങനെ ചെയ്യാനൊക്കെ ഇല്ല. ദൈവത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. വിശുദ്ധനായ ദൈവത്തിന്റെ സ്വഭാവത്തിന് ഇത് നിരക്കുകയില്ല. വിശുദ്ധ ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവമാകിയാൽ പാപം ഒരു നിലയിലും ദൈവത്തോട് പൊരുത്തപ്പെടുന്നതല്ല. അതിനാൽ ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല. വിശുദ്ധനായ ദൈവത്തിന്റെ പാപത്തോടുള്ള പ്രതികരണമാണ് ദൈവക്രോധം എന്ന് പറയുന്നത്. വിശുദ്ധനായ ദൈവത്തിന്റെ പാപത്തോടുള്ള പ്രതികരണമാണ് ദൈവത്തിന്റെ ക്രോധം. പഴയ നിയമ പുസ്തകങ്ങളിൽ ഈ ആശയം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാപത്തിന് നേരെയുള്ള ദൈവകോപം ദൈവസ്നേഹത്തിന് വിരുദ്ധമല്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ, എൻ്റെ മകൻ, എൻ്റെ മകൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെതിരെ ഞാൻ കോപിക്കുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പാപത്തോടുള്ള എൻ്റെ പ്രതികരണമാണ്. പാപത്തെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. മകനായാലും മകളായാലും ഭാര്യയായാലും അപ്പനായാലും ആരായാലും അത് സാധിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് സ്നേഹമില്ലെന്നല്ല. സ്നേഹമുണ്ടെങ്കിൽ തന്നെയും ഞാൻ സ്നേഹം എന്ന് പറഞ്ഞ ഒരൊറ്റ ഗുണം മാത്രമുള്ള ഒരു മനുഷ്യനല്ല. എനിക്ക് നീതിബോധമുണ്ട്, ന്യായബോധമുണ്ട്. എനിക്ക് വെറുപ്പെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിന്റെ, മനുഷ്യന്റെ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒന്നാണ്. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു, വെറുത്തു എന്നാണ്. ഈ ഹെയ്റ്റഡ് എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. കാരണം എന്താ? നല്ലതിനെ സ്നേഹിക്കുകയും തീയതിനെ വെറുക്കുകയും ചെയ്യണം. കയ്യിനെ പറ്റി പറയുന്നത് കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നാ ഹബലിനെ കൊന്നു. ദുഷ്ടനിൽ നിന്ന്, സാത്താനിൽ നിന്നുള്ളവനാണ്. അപ്പൊ പിന്നെ അവൻ ചെയ്തത് സാത്താന്റെ പ്രേരണ കൊണ്ട് ചെയ്തതാണ്. കാരണം ഏത് വിധത്തിലാണ് അവൻ സാത്താന് വിധേയനായി പോയത് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ നല്ലതാണ്. അപ്പൊ വിശുദ്ധനായ ദൈവത്തിന്റെ പാപത്തോടുള്ള പ്രതികരണമാണ് ദൈവക്രോധം. അത് പഴയ നിയമത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, പുതിയ നിയമത്തിലും കാണാം. പുതിയ നിയമത്തിൽ അത് കാണുന്ന, ഏറ്റവും നന്നായി കാണുന്ന എവിടെയാണെന്നറിയാമോ? കാൽവരിലെ ക്രൂശിലാണ്. കാൽവരിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നേരെയുള്ള ദൈവത്തിന്റെ ക്രോധമാണ് പാപത്തിന് നേരെയുള്ള ദൈവകോപത്തെ ഏറ്റവും അധികം കാണുന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോ എന്താ ചെയ്തത്? കാൽവരിലെ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊന്ന് ചിത്രീകരിച്ച വളരെ രസമുള്ളതാണ്. കാൽവരിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. എന്നിട്ട് ലോകത്തിന്റെ പാപം മുഴുവനും ആരുടെ മേലിട്ടു? കർത്താവിന്റെ മേൽ. നമ്മുടെ ചെയ്ത ഓരോ പാവവും ഓരോ ചെറിയ ചാക്കുകെട്ടായിട്ട് കൊണ്ടുവന്ന്, ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി ഞാൻ പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ചതുമായ എല്ലാം ഓരോ ചെറിയ ചാക്കുകെട്ടായിട്ട് ഓരോ ഷിമ്മി ബാഗിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാൽവരി ക്രൂശ് കർത്താവിന്റെ മേലെ ഇങ്ങനെ ഇട്ടു. അങ്ങനെ ആദം മുതലുള്ള എല്ലാ മനുഷ്യരും അവരുടെ പാപക്കെട്ടുകൾ കൊണ്ട് കർത്താവിന്റെ മേലെ ഇട്ടു. കുറച്ചു കഴിഞ്ഞ് പിതാവ് സ്വർഗത്തിന് താഴേക്ക് നോക്കിയപ്പോ എന്താ കാണുന്നത്? പാപത്തിന്റെ ഒരു മലയാ കാണുന്നത്. കർത്താവ് നോക്കി പുത്രനെ എവിടാന്ന് ചോദിച്ചു. പുത്രനെ കണ്ടില്ല. പുത്രൻ എവിടെയാണ്? കണ്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവനെ പാപിയാക്കി എന്നല്ല, പിന്നെ പുത്രനെ പാപമാക്കി. ലോകത്തിന്റെ ഈ ഷിംബായകാൽ മാരി ചാക്കുകെട്ടുകൾ, പാപത്തിന്റെ ചാക്കുകെട്ടുകൾ മുഴുവനും കൊണ്ടുവന്ന് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിച്ചതായിരിക്കുന്ന മലയിൽ താഴെ തുടങ്ങി ഇട്ടിട്ട് കൂനയായിട്ട് കുട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ സ്വർഗത്തിന് താഴേക്ക് നോക്കിയപ്പോ ആ കൂരയ്ക്കിടയിൽ ഒരു ശബ്ദം കേൾക്കാം, എൻ്റെ ദൈവമേ നീ എന്നെ. പുത്രനെ നോക്കിയിട്ട് കാണാനായിട്ട് കഴിയില്ല. പാപമാക്കിയവൻ. ദൈവം പാപത്തോടൊന്നും ഒരു ലാഘവമായ മനോഭാവം ഒരിക്കലും പുലർത്തിയിട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന സാരമില്ല. ചില അമ്മമാരങ്ങനെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യും, സാരമില്ല. അത് നമുക്ക് പറയാം, ആ സാരമില്ല. ദൈവത്തിന് പറയാനൊക്കെ ഇല്ല, ആ സാരമില്ല. പാപത്തെ വെറുക്കുന്ന ദൈവത്തിന് എങ്ങനെയാ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഇത് കെട്ടിവെച്ചു. നമ്മുടെ പാപങ്ങളെല്ലാം കെട്ടുകെട്ടായി വെച്ചു. കാലമായപ്പോ കർത്താവായ യേശു ക്രിസ്തു കാലുകളിലെ ക്രൂശിൽ 3 ആണുകളിൽ തൂങ്ങിക്കിടക്കുകയും ഈ പാപത്തിന്റെ കെട്ടുകൾ മുഴുവനും കർത്താവിന്റെ മേൽ കൊണ്ടെറിഞ്ഞു പോവുകയും ചെയ്തു. സ്വർഗത്തിൽ നിന്ന് പിതാവ് നോക്കിയപ്പോൾ പുത്രനെ കണ്ടില്ല. എവിടെ പുത്രൻ? നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എന്തൊരു കാഴ്ചയാണ് കാൽവരി ക്രൂശിനെ നോക്കിയിട്ട്. അതെ, ദൈവം പാപത്തെ വെറുക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ വേറൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നാം യെശയ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ കാണാമല്ലോ, ഉയർന്നു പൊങ്ങി ഇരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നതും തനിക്ക് ചുറ്റും കെരൂബുകള്, സെറാഫുകള്, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുക 24 മണിക്കൂർ. നിങ്ങൾ ചിന്തിച്ചോളൂ, നിത്യത മുഴുവനും സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നേ വരെ ആ
ഒരേ ആരാധനയിൽ അവരോട് നിൽക്കുകയാണ്. എങ്ങും വിശ്രമിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മളൊക്കെ ഇവിടെ മീറ്റിങ്ങിനൊക്കെ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടുക വിടുന്നു, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഇടയ്ക്കൊന്ന് കണ്ണു എന്തെല്ലാം കാര്യങ്ങളാണ്. വിശുദ്ധ ദൂതന്മാരൊന്നും ഒരു നിമിഷം പോലും മുടക്കാതെയാണ് യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത്ര പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സ്വർഗത്തിന് അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു വിഷയമില്ല ദൈവത്തിന്റെ വിശുദ്ധി. സ്വർഗം വെറുക്കുന്നത് മനുഷ്യന്റെ പാപമാണ്. അതിനേക്കാൾ സ്വർഗം വെറുക്കുന്ന വേറൊരു വിഷയവുമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് കാണിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, മോശ ഹോറേബിൽ കത്തുന്നതായിരിക്കുന്ന തീ കണ്ടിട്ട് അങ്ങോട്ട് അടുക്കാനായിട്ട് എന്നപ്പോ ദൈവം എന്താ മോശയോട് പറഞ്ഞത്? ഇങ്ങോട്ടടുക്കരുത്. ഇങ്ങോട്ടടുക്കരുതെന്ന് മാത്രമല്ല, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇതെന്റെ സാന്നിധ്യമാണ്. ഈ കത്തുന്ന മുൾപ്പടപ്പിൽ ഞാനുണ്ട്. അതുകൊണ്ട് എന്റെ സാന്നിധ്യമുള്ള സ്ഥലമാകിയാൽ നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് വലിച്ചെറിഞ്ഞു കളയെന്ന് പറയാം. ഊരിക്കളയെന്ന് വലിച്ചെറിഞ്ഞു കളയുക. ഇത് വിശുദ്ധ സ്ഥലമാണ്. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ നമുക്ക് വേണം. ദൈവം ആദ്യം മനുഷ്യനെ സ്നേഹത്തെക്കുറിച്ചല്ല പഠിപ്പിക്കുന്നത്. ആദ്യം പഠിപ്പിക്കുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒത്തിരി സമയമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കും. ഇല്ല, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആദ്യം നീതിയെക്കുറിച്ച് പഠിപ്പിക്കും. നല്ല ചുട്ട അടി കൊടുത്ത് ഡാഡി അടിക്കുന്നവനാണ്, തെറ്റ് സമ്മതിക്കുന്ന ആളല്ല എന്ന് പഠിപ്പിച്ചിട്ട് വേണം പിന്നെ സ്നേഹം പഠിപ്പിക്കാൻ ഒരു ആയുസ് മുഴുവനുണ്ട്. നീതിയും വിശുദ്ധിയും പഠിപ്പിക്കാൻ ആദ്യത്തെ 2-4 വർഷങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കാൻ ഉള്ളിലെ പറ്റും. ഇവിടെയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് തെറ്റിപ്പോകുന്നത്. ആദ്യം സ്നേഹം കോരി ഒരിഞ്ഞു കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് പിള്ളേർ എന്തെങ്കിലും കാണിക്കുമ്പോൾ മോനെ ചെയ്യരുതെന്ന് പറയാം. അവൻ ചിരിച്ചിങ്ങനെ അത് തന്നെ ചെയ്യും. എടാ കുട്ടാ, നിന്നോടല്ലേ എടാ പറഞ്ഞ ചെയ്യരുതെന്ന്. 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ അപ്പം പറയും, നീ ഇനിയും ചെയ്യാ, നീ അപ്പൻ ഇറങ്ങിപ്പോകും കേട്ടോ. അതിന്റെ മോനെന്റെ വിരോധം അപ്പനോട് ഇറങ്ങിപ്പോവും. അതെ, അങ്ങനെയാ നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് പിള്ളേർ എന്താ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തുകൊണ്ട് പോകും. ഇല്ല, അങ്ങനെയല്ല. ദൈവത്തിന്റെ സ്നേഹമല്ല മോശയോട് ആദ്യം കാണിച്ചത്, ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയുമാണ്. അടുക്കരുത് എന്നുള്ള ശബ്ദം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്തിനാണ്? എന്റെ സ്നേഹം കാണിക്കാനാണ്. എന്റെ ജനത്തിന്റെ അടുക്ക് നിന്നെ പറഞ്ഞയച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അത് രണ്ടും നമുക്ക് വേണം. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചുള്ളതായിരിക്കുന്ന ബോധം നമുക്ക് വേണം. പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും ഒരു പ്രയോഗമാണ് ഛർദ്ദിച്ച് കളയുക എന്നുള്ളത്. ലേവ്യാപുസ്തകം 18:25 മുതൽ 28, 20, 22, 23, സങ്കീർത്തനം 95:18 ഇവിടെ എല്ലാം ഉണ്ട്. ദൈവം ജനത്തെ ഛർദ്ദിച്ച് കളയുമെന്ന്. പാപം ചെയ്യുന്ന ജനത്തെ ദേശം ഛർദ്ദിച്ച് കളയും, രാജ്യം ഛർദ്ദിച്ച് കളയും, ഭൂമി ഛർദ്ദിച്ച് കളയും, ദൈവം ഛർദ്ദിച്ച് കളയും. ദൈവത്തിന് സാധിക്കുകയില്ല. ദൈവത്തിന് നമുക്കറിയാം, നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വയറ്റിന് പിടിച്ചില്ലേ എന്താ ചെയ്യുന്നത്? അത് വയറ്റിൽ നിന്ന് കളയാനായിട്ട് 2 മാർഗമുള്ളത്. ഒന്ന് ഛർദ്ദില്ല, മറ്റേ വയറ്റിളക്കം. രണ്ടും ഒരുപോലെ ദോഷമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് പിടിക്കാത്ത ഒരു സാധനം നമ്മൾ വിഴുങ്ങിക്കളഞ്ഞാൽ അതിനെ ഒഴിവാക്കാനായിട്ട് വെച്ചിരിക്കുന്ന ശരീരത്തിന് 2 മാർഗങ്ങളാണെന്ന് ഛർദ്ദില്ലേ വയറ്റിളക്കം. ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുമാണ് ഛർദ്ദിച്ച് കളയുന്നതാണ്. ഉമണ്ണ് കളയും, ഛർദ്ദിച്ച് കളയുന്നൊക്കെയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. ദൈവവിശുദ്ധിയുടെ ഔന്നത്യവും മനുഷ്യപാപത്തിന്റെ നീചത്വവും ഗ്രഹിച്ചവർക്ക് മാത്രമേ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ ആവശ്യകത ഗ്രഹിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും മനുഷ്യന്റെ പാപത്തെക്കുറിച്ചും ഗ്രഹിച്ചവർക്ക് മാത്രമേ യേശുക്രിസ്തു കാലുകളിലെ ക്രൂശിൽ എന്തിനാണ് മരിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ നമ്മൾ ഈ രക്ഷയെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. പലപ്പോഴും നമ്മൾ രക്ഷയെ വേണ്ടവണ്ണം ആസ്വദിക്കുന്നില്ല, അതിനെ വിലമതിക്കുന്നില്ല. എത്ര ലാഘവത്തോടു കൂടിയാണ് രക്ഷിക്കപ്പെട്ടാന്നൊക്കെ പറയുന്നത്. എത്ര ലാഘവത്തോടു കൂടി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പാപത്തിന്റെ ഗൗരവത്തെയും മനസ്സിലാക്കിയിട്ടില്ല, ദൈവസ്നേഹത്തിന്റെ മഹത്വത്തെയും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഈ താരതമ്യ ഒരു പഠനം മാത്രമല്ലേ ഉള്ളൂ. താരതമ്യം ഞാനത്ര മോശക്കാരനൊന്നുമല്ല, എല്ലാവരെക്കാളും ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിലെ ഒരുമാതിരി മാന്യനായ ഒരു മനുഷ്യനാണ് ഞങ്ങൾ മാനമര്യാദക്കൊക്കെ ജീവിക്കുന്ന ആളുകളാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഞങ്ങൾ ഈ നാട്ടിലെ പാപികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്, ഞങ്ങൾ വെറും പാപികളാണ്, ദൈവം ഞങ്ങളെ വെറുക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ പറയുമോ? നമ്മൾ അങ്ങനെ ചിന്തിക്ക് പോലും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ പറയുന്നത്
നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് സഭയിലെ ആരെങ്കിലും നാട്ടിലെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എത്ര നേരം കൊണ്ട് അത് ന്യായീകരിക്കാനായിട്ട് നോക്കും. നിങ്ങൾ പറയുന്ന പോലൊന്നുമല്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാത്ത വർത്താനം പറയുന്നത്, ഞങ്ങൾ തെറ്റുകാരനാണ്, ഞങ്ങൾ തെറ്റുകാരനല്ല അല്ലെ എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ തെറ്റുകാരനും കുറ്റക്കാരനുമായ സഹോദരന്മാരെ, ഞാൻ വെറും ഭാവിയാ. ബൈബിളക്കാരും പറഞ്ഞിട്ടുണ്ട് നീതിമാൻ ആരുമില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ ഞാൻ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞാട്ട്? പിന്നെ നിങ്ങളും അത് കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് ഓർത്തിട്ട് വർത്താനം പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സഹായം ആയിരിക്കും. നിങ്ങൾ നീതിമാനും ഞാൻ പാപിയുമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ദൈവം മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന പ്രകാരമല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രക്ഷയുടെ മഹത്വം യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണെന്നുള്ളതൊക്കെ നാം മനസ്സിലാക്കണമെങ്കിൽ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ. അപ്പൊ യേശുക്രിസ്തു പാപപരിഹാര ബലിയായിട്ട് തീർന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഏറ്റവും നിഷ്ഠൂരവും നിന്ദ്യവും വേദനാജനകവുമായ ഒരു മരണത്തിന് വിധേയനാക്കി. കാരണം അതിൽ കുറഞ്ഞ ഒരു മാർഗത്താൽ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. ദൈവം വിചാരിച്ചാലെന്ന് പറയുന്നത് ദൈവത്തിന്റെ കഴിവുകളെ കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന് അങ്ങനെ വിചാരിക്കാൻ ഒക്കില്ല. ദൈവത്തിന്റെ വ്യവസ്ഥിതിയിൽ അതിന് മാർഗമില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം അനുവദിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ടല്ലാതെ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ല. കാരണം പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ പാപിയായ മനുഷ്യന് പകരക്കാരനായിട്ട് മരിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ദൈവം മുന്നമേ തീരുമാനിച്ചു വെച്ചിട്ടാണ് നമ്മുടെ സൃഷ്ടിയൂടെ നടത്തിയത്. അത് ഇലക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കാര്യം അറിയാം. എല്ലാം വലിയ ലോകസ്ഥാപനത്തിന് മുമ്പേ ജീവസ്വത്തിൽ പേരെഴുതി എന്ന് പറഞ്ഞത്. ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്റെ പേര്, നിങ്ങളുടെ പേര് ജീവസ്വത്തിൽ എഴുതി. ലോകസ്ഥാപനം മുതൽ ഇറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് എന്റെ പേരെഴുതി കഴിഞ്ഞപ്പോ എനിക്ക് രക്ഷിക്കണ്ടേ? ഞാൻ ഭാവിയാവും, എന്നെ രക്ഷിക്കണ്ടേ? അതിനെന്താ മാർഗം? ശരി, ദൈവം പറഞ്ഞു എന്റെ പുത്രനെ തന്നേക്കാം. ഇറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് അവരെ മാറ്റി. അതൊക്കെ എന്താ ദൈവത്തിന്റെ പദ്ധതിയിലെ ഏറ്റവും വലിയ വലിയ കാര്യങ്ങളാണ്. ആകട്ടെ യേശുക്രിസ്തുവിനെ പാപപരിഹാര ബലിക്ക് പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? പാപപരിഹാര ബലിക്കായിട്ട് യേശുക്രിസ്തുവിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ പ്രസാദം. ദൈവത്തിന്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ കാരണം തിരുവുള്ളത്തിന്റെ പ്രസാദമാണ്. അങ്ങനെയാണല്ലോ യെശയ്യാപുറം 53:10 അവന്റെ തകർത്ത് കളവാൻ പിതാവിന്റെ പ്രസാദം തോന്നുന്നൊക്കെയല്ലേ പറയുന്നത്. നമ്മൾക്ക് ഈ പ്രസാദം എന്ന് പറയുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചാന്ന് പറയും. ലൂക്കോസിന്റെ സുവിശേഷം 3:10, ഗലാത്യർ 1:4, കൊലോസ്യർ 1:19, 20 ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പോകണം. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹമാണ് എന്ന് ചിലർ പറയാറുണ്ട്. ആ പ്രസ്താവന ശരിയാണെങ്കിൽ തന്നെയും പിതാവിനില്ലാതിരുന്ന ഒരു സ്നേഹം പുത്രനുണ്ടായിരുന്നുവെന്ന് ഒരു സൂചനയാണ്. അങ്ങനെയല്ല, പിതാവിനുണ്ടായിരുന്ന സ്നേഹം തന്നെയാണ് പുത്രനുണ്ടായിരുന്നത്. പരിശുദ്ധാത്മാവിനും അതേ സ്നേഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പിതൃപുത്രാത്മാവ് എന്ന് പറയുന്ന 3 വ്യക്തികൾ സമ്പൂർണരാണ്. അവരുടെ എല്ലാ സ്വഭാവങ്ങളും എങ്ങനെയുള്ളതാണ്? 100%. പിതാവിന് 100%, പുത്രന് 99% സ്നേഹം. അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പുത്രൻ ദൈവമാകാനൊക്കെ ഇല്ല. ദൈവത്തിൽ അപൂർണതയില്ല. അതുകൊണ്ട് പുത്രൻ തമ്പുരാനുള്ള പ്രസാദവും പിതാവിന്റെ പ്രസാദവുമാണ്. അത് മാറ്റിവെക്കാനാണ് നമുക്ക് സാധിക്കില്ല. ക്രിസ്തുവിന്റെ പാപപരിഹാര ബലി ദൈവസ്നേഹത്തിന്റെ ഫലമാണ്. എന്നാൽ ദൈവത്തിന്റെ സർവ്വപ്രവർത്തനങ്ങളുടെയും മൂലകാരണം തന്റെ തിരുഹിതത്തിന്റെ പ്രസാദമാണ്. തിരുവുള്ളത്തിന്റെ പ്രസാദം ഒരിക്കലും ദൈവത്തിന് ബോധിച്ചതുപോലെയുള്ള ഒരു തീരുമാനമല്ല. പിന്നെയോ സയുക്തികവും സ്നേഹനിർമ്മലവും നിർഭരവും കരുണയിൽ അടിസ്ഥാനപ്പെട്ടതുമായ ഒന്നാണ്. അപ്പൊ ദൈവത്തിന് പ്രസാദമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അർത്ഥം എന്താ? നമ്മളങ്ങനെ പറയില്ല എനിക്കിഷ്ടമുണ്ടായി, അങ്ങനെ പറയാറില്ല. എനിക്കിഷ്ടമുണ്ടായി, എന്താ ചെയ്തത്? എനിക്കിഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥമാകുന്നത്? നീ ആരാ ചോദിക്കാൻ? എനിക്കിട്ടുള്ള ചെയ്യുമെന്ന്. അങ്ങനെയാണ്. ദൈവത്തിന് പ്രസാദമായി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദൈവത്തിന് പ്രസാദമായി എന്ന് പറഞ്ഞാൽ സയുക്തികമായ ഒരു തീരുമാനമാണ്. മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി അല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. അത് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. ഇതേക്കുറിച്ച് ദൈവത്തിന് രണ്ടാമതൊരു ചിന്തയുണ്ടായി. മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചപ്പോൾ പുത്രൻ തമ്പുരാൻ വരുന്നതല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. പുത്രന് പ്രസാദം തോന്നിയേ. അപ്പൊ പുത്രൻ തമ്പുരാൻ പിതാവിനോടെന്ന് പറഞ്ഞു, പിതാവേ, ഞാൻ അവരുടെ പാപപരിഹാര ബലിയായിട്ട് തീർന്നോളാം. പിതാവ് എന്ന് പറഞ്ഞു, പുത്ര, ഞാൻ നിന്നെ അവർക്ക് ബലിയായി നൽകാൻ. പുത്രൻ പറഞ്ഞു, ഞാൻ പോയി ബലിയായി തീരാം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു,
പുത്രനെ ബലിയാക്കി തീർക്കുന്ന കർമ്മം ഞാൻ ചെയ്തുകൊള്ളാം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ത്രിയേക ദൈവത്തിന് പ്രസാദമായി ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ല ഏതെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നില്ല. പുത്രൻ തമ്പുരാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തരാമെങ്കിൽ നല്ലതാണ്. പിതാവ് പറഞ്ഞു, മോനെ ഞാൻ വളരെ ശ്രമിച്ചു നോക്കി, ഒഴിവാക്കാൻ യാതൊരു മാർഗവുമില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഒന്ന് പരിശ്രമിച്ച് ഈ യാഗം ഒന്ന് മാറ്റിത്തരാമോ? ഇല്ല. പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നിത്യമായിരിക്കുന്ന ആലോചനയിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന യാതൊരു സാഹചര്യവും ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. പിതാവ് എന്താഗ്രഹിക്കുന്നു അത് തന്നെ പുത്രനും ആഗ്രഹിക്കുന്നു, പിതാവും പുത്രനും എന്താഗ്രഹിക്കുന്നു അത് തന്നെ പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക സ്വരത്തിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തൃത്വത്തിലെ രണ്ടാമനായിരിക്കുന്ന പുത്രൻ തമ്പുരാന് കാൽവറി ബലി മരണം, വേറൊരു മാർഗവും ഇല്ലെന്ന് 3 പേര് സംബന്ധിച്ചൊരു കാര്യം. അതാ പ്രസാദമായി എന്ന് പറയും. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ള കുറെ കാര്യമുണ്ട്. എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദമായി, കൊണ്ട് രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ ഞാൻ ജനിക്കുന്നതിനും മനുഷ്യനെ ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്റെ പേര് ജീവിതത്തിൽ എഴുതുന്നാ പറയുന്നത്. അതെന്തൊരു അതിശയം, അതെനിക്കറിയില്ല. എങ്ങനെ പേരെഴുതിയെന്ന് എനിക്കറിയില്ല, എന്ത് പേരാ കർത്താവ് എഴുതിയെന്നും എനിക്കറിയില്ല. ഏതായാലും ഏബ്രഹാം തോമസ് അല്ലെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് തന്നെ പരിചയമുള്ള 5-6 ഏബ്രഹാം തോമസ്മാരുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ എഴുതിയത് ആശയക്കുഴപ്പമാകും. അപ്പൊ ഞാൻ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളൊക്കെ വെച്ച് ഞാൻ ജനറ്റിക് കോഡാണ് എഴുതിയത്. ജനറ്റിക് കോഡ് എനിക്കുള്ളത് എനിക്കേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല, എന്റെ മക്കൾക്കും ഇല്ല, ആർക്കും ഇല്ല. അപ്പൊ എന്റെ ജനറ്റിക് കോഡായിരിക്കും എഴുതുന്നത്. പിതാവ് തീരുമാനിച്ചു, എബ്രഹാം തോമസ് പറഞ്ഞു ഈ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവന് വേണ്ടി മരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. ആത്മാവ് പറഞ്ഞു, അവന്റെ ഹൃദയത്തിൽ പോയി പ്രവർത്തിച്ച് പാപബോധം കൊടുത്ത് രക്ഷിക്കപ്പെടുത്തിക്കാളാന്ന്. അപ്പൊ പേരെഴുതിയിട്ടൊന്നും ഒരു ആശയക്കുഴപ്പമൊന്നും ആർക്കും ഉണ്ടായില്ല. അങ്ങനെയാണ് ഈ ജ്ഞാനകാലത്തിന്റെ ഒരു തെളിവില് 1942 ഞാൻ ജനിച്ചു, 1950 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എത്ര വർഷം മുമ്പാണ് എന്റെ പേരെഴുതിയത്? ലോകസ്ഥാപനത്തിന് മുൻപേ. ലോകസ്ഥാപനം മുതലല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ. അപ്പൊ ദൈവത്തിന് പ്രസാദമായി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്താവനയാണ്. കർത്താവിനെ തരാൻ പ്രസാദമായി, കർത്താവിന് മരിക്കാൻ പ്രസാദമായി, പരിശുദ്ധാത്മാവിനെ രക്ഷിക്കാൻ പ്രസാദമായി, എല്ലാം പ്രസാദമായി, എല്ലാം പ്രസാദമായി. അപ്പൊ ദൈവത്തിന്റെ പ്രസാദം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിഷയമാണ്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനുള്ള അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹമാണ് എന്ന് ചിലർ പറയാറുണ്ട്. ആ പ്രസ്താവന ശരിയാണെങ്കിലും പൂർണ്ണമായി ശരിയല്ല. കാരണം യേശുക്രിസ്തുവിന് മാത്രമല്ല മനുഷ്യവർഗത്തോട് സ്നേഹമുള്ളത്, പിന്നെ പിതാവിനും പരിശുദ്ധാത്മാവിനോട് ദൈവത്തിന്റെ സ്നേഹമാണ് എന്ന് പറയാം. പക്ഷേ ദൈവത്തിന്റെ ആ സ്നേഹം എന്ന് പറയുന്നത്, അതിന് കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തീരുമാനമാണ്, ദൈവത്തിന്റെ പ്രസാദമാണ്. സ്നേഹമാണോ മുൻപിൽ നിൽക്കുന്നത് അതോ ദൈവത്തിന്റെ ഇച്ഛയാണോ മുൻപിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഇച്ഛയാണ്. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ടാണ്. തന്റെ ഇഷ്ടപ്രകാരം സകലവും, തന്റെ ഹിതത്തിന്റെ നിർണയപ്രകാരം. അങ്ങനെയാണ് തന്റെ ഹിതം എന്ന് പറയുന്നുണ്ട്. ദൈവം ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ അതുണ്ട്. ക്രിസ്തുവിന്റെ പാപരിഹാര ബലി ദൈവസ്നേഹത്തിന്റെ ഫലമാണ്. എന്നാൽ ദൈവത്തിന്റെ സർവ്വപ്രവർത്തനങ്ങളുടെയും മൂലകാരണം തന്റെ ഹിതത്തിന്റെ പ്രസാദമാണ്. തിരുവുള്ളത്തിന്റെ പ്രസാദം ഒരിക്കലും ദൈവത്തിന് ബോധിച്ചതുപോലെയുള്ള തീരുമാനമല്ല. അങ്ങനെയല്ല, ഒരിക്കലും ബോധിച്ചതുപോലെയല്ല. അത് നമ്മുടെ പ്രയോഗം ബോധിച്ചതുപോലെ. ദൈവത്തിന്റെ തീരുമാനങ്ങൾ അത് സയുക്തികമാണ്, റാഷണലാണ്, യുക്തിസഹമാണ്. അതുപോലെ അത് സ്നേഹനിർഭരമാണ്, അത് കരുണയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഈ ദൈവദൈവികമായ സ്വഭാവങ്ങളുടെ ഒരു സമുച്ചയം, അതെല്ലാം കൂടെ ചേർന്ന് ഒന്നിനോട് ഒന്ന് പരസ്പര വിരുദ്ധമില്ലാതെ ഇണങ്ങിച്ചേർന്നുള്ള ഒരു തീരുമാനമാണ് ദൈവത്തിന്റെ നമ്മൾ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിനാ ദൈവഹിതം എന്ന് പറയുന്നത്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് ഹിതമായെന്ന് പറഞ്ഞത് നിങ്ങളതുപോലെ ചിന്തിക്കുന്നുണ്ടോ? സന്ധ്യ കിടക്കുമ്പോൾ ഒറ്റയടിക്ക് ഊർക്കുമ്പോൾ ഞങ്ങൾ ഉറങ്ങരുത്, കിടന്നതൊക്കെ ചിന്തിക്കണം. ദൈവമേ, ഈ പാപിയായി എന്നെ രക്ഷിക്കാൻ നീ തീരുമാനിച്ചത് എന്തൊരു കാര്യമാണ്. പിന്നെ ദൈവത്തിൽ തെറ്റൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ ജീവിതത്തിൽ തെറ്റായി പോയെന്ന് ഞാൻ പറയില്ല. പിന്നെ എനിക്ക് നിന്റെ സ്നേഹത്തിന് തക്കവണ്ണമൊന്നും പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പകൽ ജീവിച്ചത് എന്തോ ഒരു തെറ്റുകളാ പറ്റിയത്, എന്തോ ഒരു തെറ്റായ ചിന്തകളാ മനസ്സിൽ വന്നത്, എന്തെല്ലാം ആഗ്രഹങ്ങളാ മനസ്സിൽ വന്നത്, എന്തെല്ലാം നിരാശകളാ വന്നത്. നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചു, എനിക്ക് വേണ്ടി നീ ചിന്തിച്ചു, പ്രവർത്തിച്ചു, എല്ലാം ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഭാവിയായിരുന്നു അല്ലേ? ഞാൻ ദുഷ്ടനാ കർത്താവ്, ഞാൻ ദുഷ്ടനാ, ഞാൻ നീചനാ, ഒന്നിനും കൊള്ളരുതാത്തവനാണ്. എങ്കിൽ നീ എന്നെ സ്നേഹിച്ചു,
എങ്കിലും നീ എന്നെ സ്നേഹിച്ചു. ദൈവത്തോട് ഇങ്ങനെയൊക്കെ അല്ല പിന്നെ എന്താ പറയുന്നത്? ദൈവത്തോട് അങ്ങനെയൊക്കെ നമ്മൾക്ക് ദൈവം ഞാൻ നല്ല മനസ്സിലായി. ഈ സഭ എന്നെ പോലെ നല്ല വേറെ ഒരാളുമില്ല. എനിക്ക് നിന്നോട് എന്തോ ഒരു സ്നേഹമാണ്. നീ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അല്ലേ? കുറേ നുണ ദൈവത്തോട് പറയും. ദൈവം അതെല്ലാം കേട്ടിട്ട് പറയും, എന്റെ മോനെ ഇതൊക്കെ നിർത്തരുതോടാ. നീ ആരാന്ന് എനിക്കറിയാം. നിന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ എനിക്കറിയാം നീ ആരാന്ന്. പിന്നെ നീ പറയേണ്ട കാര്യമുണ്ട്? ഇല്ല. അപ്പൊ ദൈവത്തിന്റെ ഈ പ്രസാദം എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. രണ്ടാമത് പറയുന്ന ദൈവത്തിന്റെ നീതിയും സ്നേഹവും ഒത്തുചേർന്നതുകൊണ്ടാണ് നമ്മെ രക്ഷിക്കാനിടയായത്. ദൈവത്തിന്റെ രണ്ട് സ്വഭാവം, നീതി എന്നുള്ളത് അതിനെ ലംഘിക്കാനൊക്കെയില്ല. ദൈവത്തിന്റെ സ്നേഹം അത് കാണിക്കുകയും വേണം. അതെങ്ങനെ? നീതി പറയുന്നു പാപിയായ മനുഷ്യനെ നരകത്തിൽ തള്ളണമെന്ന്, സ്നേഹം പറയുന്നു പാപിയായ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അപ്പൊ നീതി അങ്ങോട്ട് വലിക്കുന്നു, സ്നേഹം ഇങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെയാണ്. ദൈവത്തിന്റെ നീതിയിൽ പറയുന്നു പാപി മരിക്കണം, പാപത്തിന്റെ ശമ്പളം മരണമാണ്, നീ പാപിയാണ്, നീ മരിച്ചേ പറ്റൂ. അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന് അത് വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കുകയില്ല. അതേസമയം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നു, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ നരകത്തിൽ കളയാൻ എനിക്ക് മനസ്സില്ല, അവനെ നരകത്തിൽ കളയാൻ എനിക്ക് ഇഷ്ടമില്ല. ഈ ഒരു ദൈവത്തിന്റെ രണ്ട് അടിസ്ഥാന സ്വഭാവങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന സംഘർഷം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ. അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും രണ്ടും കൂടെ രമ്യപ്പെടുന്നത്. അവിടെ ദൈവം തന്റെ നീതി കർത്താവിന്റെ പുത്രൻ തമ്പുരാന്റെ മേൽ നമുക്ക് വേണ്ടി ഇടുകയും ദൈവം തന്റെ സ്നേഹം പുത്രനിൽ കൂടെ നമ്മോട് കാണിക്കുകയും. തേങ്ങ ആട്ടുമ്പോഴേ നമ്മൾ തേങ്ങ മുറിച്ച് ഇട്ടിട്ട് മില്ല അതൊരു വാരി ഇടും, ചാക്കൂടെ കുടഞ്ഞങ്ങിടും. ഇങ്ങേപ്പുറത്ത് വരുന്നത് എന്തുവാ? ഇടുന്നത് ഖരസ്വഭാവമുള്ള ഒരു സാധനമാണ്, ഇറങ്ങി വരുന്നത് ദ്രവസ്വഭാവമുള്ള ഒരു ദ്രാവകം. അല്ലേ? ഇതേപോലെ ബന്ധമുണ്ടോ? തേങ്ങായും വെളിച്ചെണ്ണയും തമ്മിലുള്ള, തേങ്ങായ്ക്കകത്താ വെളിച്ചെണ്ണ എന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവത്തിന്റെ നീതി കോരി പുത്രന്റെ മേലിട്ടു, താഴേക്ക് ഇറങ്ങി വന്നത് എന്താണ്? നിങ്ങളോടും എന്നോടും ഉള്ളതായിരിക്കും ദൈവത്തിന്റെ സ്നേഹമാണ്. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ്. പിതാവ് തന്റെ നീതി പുത്രന്റെ മേലിട്ടു, പുത്രൻ തന്റെ സ്നേഹം നമ്മുടെ മേലിട്ടു. അപ്പം ദൈവത്തിന് നമ്മോടുള്ളതായിരിക്കും നീതി മുഴുവനും പുത്രന്റെ മേൽ നിവർത്തിച്ചു. ആ നീതി മുഴുവൻ, അല്ലാതെ രക്ഷയൊന്നും സാധിക്കുമായിരുന്നില്ല. ഇപ്പൊ കാൽവറിയിൽ എന്താണ്? ദ പ്ലേസ് വേർ റൈച്ചസ്നെസ് ആൻഡ് ലവ് എംബ്രേസ്ഡ്. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ചുംബനം ചെയ്ത സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ മുത്തം ചെയ്ത സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. പുത്രൻ തമ്പുരാന്റെ മേൽ യാതൊരു കരുണയും കൂടാതെ തന്റെ നീതി പകർന്നു. പുത്രന്റെ കരച്ചിൽ എന്തായിരുന്നു? 22-ാം സങ്കീർത്തനത്തിൽ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കരച്ചിൽ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിന്റെ ഓരോ വാക്കുകളും എന്റെ ദൈവം എന്ന് പറയുമ്പോൾ എന്താണ്? പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവമാണ്. പിതാവും പുത്രനും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ നിത്യത തുടങ്ങിയുള്ള ബന്ധമാണ്. അതാണ് എന്റെ ദൈവമേ എന്ന് പറയുന്നത്. എന്റെ മോനെ നീ ഇങ്ങനെ ചെയ്തോ എന്ന് പറയില്ല, എന്റെ മോനെ നീ ഇങ്ങനെ ചെയ്തോ. എന്റെ ഡാഡി എന്ന് പറയുന്ന എന്റെ ദൈവമേ. കർത്താവ് പറഞ്ഞത് എന്റെ ദൈവമേ. അനാദിയായും ശാശ്വതമായും നീ ഞാനും തത്തുല്യരായ രണ്ട് വ്യക്തികളായിട്ട് നിത്യതയിൽ പാർത്തു. എന്റെ ദൈവം. നീ എന്നോട് പറഞ്ഞു പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം. പിതാവിനോട് പറയുന്നത്, പിതാവേ നിന്റെ സിംഹാസനം. എന്റെ ദൈവം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന് ഒരിക്കലും കർത്താവിനെ കൈവിടാനായിട്ട് സാധിക്കുകയില്ല. കാരണം എന്താണ്? ദൈവത്തിന്റെ പുത്രനാണ്, പിതാവിന്റെ തത്തുല്യനാണ്. അപ്പൊ പുത്രൻ ചോദിക്കുക, എങ്ങനെ ഇത് സാധിച്ചു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ. പിന്നെ പറ, നീ എന്നെ. ബന്ധമാണ്, നീ എന്നെ. പിതാവ് പുത്രൻ, നീ എന്നെ. ആ ബന്ധത്തെ പോലൊരു ബന്ധം ലോകത്തിലില്ല. നീ എന്നെ. പറയില്ല ഞാനും നീയും എന്ന് പറയില്ലേ, നീയും ഞാൻ. പുത്രൻ പറഞ്ഞ നീ എന്നെ. നീ എന്ന് പറഞ്ഞ ആരാണ്? നീതിമാനായ ദൈവം, സ്നേഹമുള്ള ദൈവം, കരുണയുള്ള ദൈവം, ആർദ്രതയുള്ള ദൈവം, സത്യവാനായ ദൈവം. നീ അങ്ങനെയുള്ളവനാണ്. ഞാൻ അങ്ങനെയുള്ളവനാണ്. നിന്നെ എല്ലാറ്റിലും അനുഗ്രഹിച്ചനുസരിച്ച് നിന്റെ പ്രസാദം നിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് നീ പറഞ്ഞപ്പം മനുഷ്യനായി ഭൂമിയിൽ വന്ന് നിന്നെ പ്രസാദിപ്പിച്ച് ചെയ്ത എന്നെ, നീ എന്നെ. നീ എങ്ങനെയുള്ളവനാ? ഞാൻ എങ്ങനെയുള്ളവനാ?
പിന്നെ നീ ഇങ്ങനെ എന്നോട് പെരുമാറാൻ കാരണം എന്താ? കൈവിട്ടത് എന്ത്? ദൈവം ദൈവത്തെ കൈവിടുകയോ? അത് സാധിക്കുമോ? ദൈവം ദൈവത്തെ കൈവിട്ടു. പിതാവാരാ? ദൈവം. പുത്രനാരാ? ദൈവം. അപ്പൊ എങ്ങനെ ദൈവം ദൈവത്തെ കൈവിടുന്നത്? സർ റോബർട്ട് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഈ സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറഞ്ഞ ഫേമസ് സ്കോട്ട്ലൻഡ് യാർഡിന്റെ സ്ഥാപകനാണ്, ഈ ഫൗണ്ടർ. ഭയങ്കര വിശ്വാസിയായിരുന്നു, പഴയ ബ്രദറൻകാരനാണ് സർ റോബർട്ട് ആൻഡേഴ്സൺ. കർത്താവിന്റെ കരച്ചിലിനെ പറ്റി ധ്യാനിച്ച് അദ്ദേഹം പറഞ്ഞു, ദൈവം ദൈവത്തെ കൈവിട്ടു. അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തിന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. കർത്താവ് ചോദിച്ചില്ല, നീ എന്നെ എന്താ കൈവിട്ടത്? എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവം ദൈവത്തെ കൈവിട്ടു എന്ന് പറഞ്ഞ പ്രസ്താവന എങ്ങനെ? അതാണ് കാൽവറി ക്രൂശിൽ നടന്നത്. ഉത്തരം കൊടുക്കാത്ത ചോദ്യമാണ്. ഇതുവരെയും നമുക്ക് കിട്ടും, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കുണ്ട്. എന്തുകൊണ്ടാണെന്ന് എന്നുള്ള ഉത്തരം എന്താണ്? ഈ പാപികളായ മനുഷ്യരെ ഞാൻ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത് കൊണ്ട്. ദൈവത്തെക്കാൾ താഴെ ഒരാൾക്കും ഈ മനുഷ്യ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ തള്ളിക്കളയേണ്ടത് ആവശ്യമായി. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? തിരുവത്താരത്തിനൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവിന്റെ മരണത്തെ പറ്റി പറയുമ്പോൾ അതിന് വരെ ഓരോരുത്തരും വായിക്കുന്ന പറഞ്ഞ മെപ്പിബോശത്ത്, ലോദേവാരി കിടന്ന മെപ്പിബോശത്ത, എന്നെ രണ്ടു കാലം മുടന്ത് എന്നെ 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 ഞാനാണ്. നമ്മുടെ തിരുവത്താഴ യോഗങ്ങൾ മുഴുവനും നമ്മളാണ്. എന്നെ ദൈവം രക്ഷിച്ചു, എന്നെ രക്ഷിച്ചെന്ന് ഓർക്കാനാണ് തിരുവത്താഴം. കർത്താവിന്റെ മരണത്തെ ഓർക്കാനാണ്, എന്റെ പാപത്തെ ഓർക്കാനാണ്, എന്റെ രക്ഷയെക്കുറിച്ച് ഓർക്കാനല്ല തിരുവത്താഴ സമയം. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യാനല്ല പറഞ്ഞു. നമ്മുടെ തിരുവത്താഴ യോഗങ്ങൾ മുഴുവൻ നമ്മെ പറ്റിയാ ഓർക്കുന്നത്. നാം എത്ര ഭാവികളായിരുന്നു, നാം എത്ര ദുഷ്ടരായിരുന്നു എല്ലാം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയാം? എന്നാൽ ദൈവം നമ്മെ. പണ്ട് പശുവിനെ പോയപ്പോ ആർക്കെങ്കിലും പശുവിനെ കളഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. എന്നിട്ട് അറ്റത്തൊരു എന്ന് പറഞ്ഞ പോലെയാണ്, എന്നെ രക്ഷിച്ചു, എന്റെ പാപം, ഞാൻ പാപി, ഞാൻ ദുഷ്ടൻ, ഞാൻ നീചൻ. പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ്. നീചനാവെന്നെ. യേശുവിന്റെ മരണത്തെ പറ്റി പറയുന്നു. ഞാനെന്ന് പറഞ്ഞാരാ? ചില പാട്ടുകളൊക്കെ ട്യൂൺ മാത്രം നോക്കിയാ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് ചിലപ്പോൾ പാടാൻ പ്രയാസം. ഞാൻ ചില പാട്ടുകൾ പാടുകയില്ല. നല്ല പാട്ടാണ്, എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ പാടുന്നത്. ഇദ്ധരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ. അതാരെ പറ്റിയാ പറയുന്നത്? എന്നെ പറ്റിയാ മുഴുവൻ ആ പാട്ട് പറയുന്നത്. നമ്മളെ പറ്റി പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോട്ടെ, കർത്താവ് പറഞ്ഞ് എന്റെ മരണത്തെ പ്രസ്താവിക്കണം, അങ്ങനല്ലേ പറഞ്ഞ്? ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും എന്റെ മരണത്തെ പറ്റി പ്രസംഗിക്കുന്നു. എന്റെ മരണത്തെ പറ്റി പ്രസംഗിക്കുന്നു, എന്റെ ഓർമ്മയ്ക്ക് അതിയായി. കർത്താവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലാതെ ഞാനെന്നോ നീയെന്ന് പറഞ്ഞൊരു വ്യക്തി ആ പ്രദേശത്തെങ്ങും വരാൻ പാടില്ല. കർത്താവിന്റെ ജനനം, കർത്താവിന്റെ മരണം, കർത്താവിന്റെ ജീവിതം, കർത്താവിന്റെ അടക്കം, കർത്താവിന്റെ ഉയർപ്പ്, കർത്താവിന്റെ പൗരോഹിത്യം, കർത്താവിന്റെ ഇത് മാത്രമാണ് കർത്താവിന്റെ ഓർമ്മ. അല്ലാതെ ഞാൻ ഭാവിയായിരുന്നോ, ഞാൻ നീചനായിരുന്നോ, ഞാൻ ദുഷ്ടനായിരുന്നോ, അത് പറയാനോ അപ്പം തുറക്കുന്നത്? അത് പറയാൻ വേറെ എത്രയോ സമയമുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ അനിവാര്യത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ഒത്തുചേരുന്ന ഒരു സന്ദർഭം, അവിടെ മാത്രമേ രക്ഷ സാധിക്കൂ. ദൈവത്തിന്റെ നീതിയെയും തൃപ്തിപ്പെടുത്തണം, ദൈവത്തിന്റെ സ്നേഹം തരികയും വേണം. അത് സാധിച്ചത് കാൽവരി ക്രൂശിലാണ്, വേറെങ്ങും അത് സാധിക്കില്ല. അതാണ് കാൽവരിയുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ വേലയുടെ മഹത്വം എന്ന് പറഞ്ഞതാണ്. ഒരേ സമയത്ത് രണ്ടും സാധിച്ചു. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും. ദൈവത്തിന്റെ പാപത്തിന് നേരെയുള്ള ദൈവത്തിന്റെ കോപം മുഴുവനും, പാപിക്ക് നേരെയുള്ള ദൈവത്തിന്റെ നീതി മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ നിവർത്തിച്ചു. അതേസമയം തന്നെ ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യവർഗത്തോട് ദൈവത്തിന്റെ സ്നേഹം മുഴുവനും പുത്രൻ തമ്പുരാൻ മൂലം നമുക്ക് നൽകി തന്നു. അങ്ങനെ മനോഹരമായിരിക്കുന്ന ഈ രക്ഷയുടെ സുവിശേഷം, ഈ രക്ഷയുടെ ഉപദേശം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഉപദേശമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മുടെ രക്ഷയെ പറ്റിയോ നമ്മൾ നോക്കണം. നമ്മുടെ രക്ഷയെ പറ്റി നമ്മൾ വളരെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന, എനിക്ക് തോന്നുന്നു, വളരെ നിസ്സാരമായിട്ട്. നമ്മുടെ പാപത്തിന്റെ ഭയങ്കരതയെ പറ്റി ഒന്നുമല്ല
ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ആർദ്രതയും ദൈവത്തിന്റെ നെയ്യും ഇതൊക്കെയാണ്. ഇതെന്തോ ഒരു വലുതാണ്. പാപിയായ നമ്മെ രക്ഷിക്കാൻ. നാം പാപിയാണെന്ന് പറയരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. പാപിയാണെന്നോ ഞാൻ പാപുക എന്ന് പറഞ്ഞത്. പക്ഷെ അതാണ് കൂടുതലും പറയുന്നെങ്കിൽ അതേക്കുറിച്ചല്ല പറയേണ്ടത്. പിന്നെന്താണ്? ദൈവമേ, നീ നീതിമാനാണ്, നീ വിശുദ്ധനാണ്, നീ സ്നേഹവാനാണ്, നീ കരുണയുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്, ദൈവമുള്ളവനാണ്. നിനക്ക് മരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങളില്ലായിരുന്നെങ്കിൽ നീ മരിക്കേണ്ട ആവശ്യം, ഞങ്ങളുടെ പാവമാണ് നിനക്ക് കൊന്നത്, നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു കാരണം. കർത്താവിന്റെ മരണത്തെക്കുറിച്ചും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും കർത്താവിന്റെ പീഡനത്തെക്കുറിച്ചും ഒക്കെ പാഷൻ തോട്ട് എന്നാ പറയുന്നത്. അങ്ങനെയാ പറയുന്നത്. ഇരുപത്താഴത്തിന്റെ ചിന്തകളെ കുറിച്ച് പറയുന്നത് പാഷൻ തോട്ട്, കർത്താവിന്റെ പാഷൻ, അതേക്കുറിച്ചാണ് പറയുന്നത്. അല്ല നമ്മുടെ സാൽവേഷൻ തോട്ടല്ല, പാഷൻ തോട്ട്. ഇന്ന് കഷ്ടാനുഭവ ചിന്തകൾ ആര് പങ്കുവയ്ക്കുമെന്ന്, ഇന്ന് രക്ഷണ്യ ചിന്ത ആര് പങ്കുവെക്കുമെന്നുള്ളതല്ല, നമ്മുടെ രക്ഷയെക്കുറിച്ച് ആര് പറയുമെന്നല്ല. അതിന് സാക്ഷ്യം പറഞ്ഞാൽ മതി, ഞാൻ ഭയങ്കര ഭാവിയായിരുന്നു, ദൂഷനായിരുന്നു, ദൈവം. ഇവിടെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ്. അതിന് ബൈബിൾ ഇഷ്ടംപോലല്ലേ വേദഭാഗങ്ങളുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും.